എല്ലാവർക്കും നമസ്കാരം. മിറാക്കിൾ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഓണമല്ലാന്ന് വരുന്നത്. അപ്പോൾ ഓണത്തിന് നമുക്കൊരു നല്ല സൂപ്പർ അടപ്രഥമൻ ഉണ്ടാക്കിയാലോ. പായസത്തിൻ്റെ രാജാവാണ് അടപ്രഥമൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ഒരു അടപ്രഥമൻ, സൂപ്പർ അടപ്രഥമൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അടപ്രഥമനാക്കാൻ വേണ്ടി വേണ്ടുന്ന സാധനങ്ങൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൂരജ് പാലടേൻ്റെ 200 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ്. അപ്പോൾ ഇത് 400 ഗ്രാം ഉണ്ട്. അട 400 ഗ്രാം ഉണ്ട്. പിന്നെ വെല്ലം, അതായത് ശർക്കര. വെല്ലം തെക്കോട്ടൊക്കെ ശർക്കര എന്ന് പറയും, നമ്മൾ വെല്ലം എന്നാണ് പറയല്. വെല്ലം ഉരുക്കിയത് 800 ഗ്രാം വെല്ലം ഉരുക്കിയത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അരിച്ചിട്ടുണ്ട്, നല്ല വൃത്തിക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ ശർക്കര ഉണ്ടാക്കുന്ന സമയത്ത്, വെല്ലം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ പൊടിയോ ഇതെല്ലാം വരാം. അപ്പോൾ നമ്മൾ അരിച്ചെടുത്താലും ചെറിയ മണ്ണിൻ്റെ പൊടി പോലെല്ലാം കിട്ടിനി. അപ്പോൾ അരിച്ചെടുത്ത അത്രയും ബെറ്റർ. പിന്നെ എടുത്തത് 6 തേങ്ങേൻ്റെ 1-ാം പാല്. ഇതിൽ 2 പാല്, 1-2 പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ, 3-ാം പാൽ എടുത്തിട്ടില്ല. ഇത് 6 തേങ്ങയിൽ തന്നെ 2-ാം പാല്. പിന്നെ ഇത് നമ്മളെ ഏലക്കായ് പൊടിച്ചതാണ്. ഇത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ആവശ്യത്തിന് നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ആദ്യം അട ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം വെള്ളം തിളക്കുന്നതിന് വേണ്ടി, വെട്ടി തിളക്കുന്നതിന് മുമ്പ് അട അതിലേക്ക് ഇടാൻ പാടില്ല. അന്നേരം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ വെള്ളം ശരിക്കും വെട്ടി തിളക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അട ഇട്ട് കൊടുക്കാം. വെള്ളം വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ അട ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ശരിക്ക് വെന്ത് വരണം. വെന്തിട്ട് എങ്ങനെ പ്രശ്നം എന്നറിയാം, അട ശരിക്ക് വെന്തിട്ടില്ലെങ്കിൽ പായസം സൂപ്പർ ആവില്ല. അതുകൊണ്ട് അട കറക്റ്റ് വെന്ത് കിട്ടണം നമുക്ക്. ഇപ്പൊ നമ്മളെ അട വെന്ത് വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരു 2 വട്ടം നമുക്ക് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കണം, പൈപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര തിക്കായിട്ട് നമ്മളെ കഞ്ഞിവെള്ളത്തിൽ കഞ്ഞി അടിഞ്ഞു കൂടുന്നില്ല അടിയിൽ, അതുപോലെ ആയിപ്പോകും. അപ്പോൾ 2 വട്ടം കഴുകിയെടുത്തിട്ടാകുമ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പായസത്തിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒരു 4 സ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ട്. 4 സ്പൂണ് നെയ്യ് ഇട്ടിട്ട് അതൊന്ന് ഉരുകി വരുമ്പം അതിലേക്ക് നമുക്ക് അടയിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഉണക്കി നെയ്യിലൊന്ന് കുളിപ്പിച്ചെടുക്കണം. നെയ്യിപ്പോൾ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ട്രെയിനറിൽ വെച്ച അട ഇതിലേക്ക് ഇടാം. ഈ അടയിലൊന്ന് നെയ്യിലൊന്ന് വരട്ടിയെടുക്കണം. അവിടെ ഒന്ന് നെയ്യിൽ പുരട്ടിയെടുത്തതിന് ശേഷം, അതായത് നമ്മൾ ഉരുക്കിയ നെയ്യിലൊന്ന് ഇതതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം ഉരുക്കി വെച്ച 800 ഗ്രാം വെല്ലത്തിൻ്റെ ലായനി, അതായത് പാവ് എന്നൊക്കെ പറയാം. ശരിക്കും നമ്മൾ എത്രയാണ് അടയെടുക്കുന്നത് അതിൻ്റെ കണ്ട, ഇതിൽ പൊടിയോ കാര്യങ്ങളൊന്നുമില്ല, ഇതെല്ലാം അരിച്ച് വൃത്തിയാക്കിയുണ്ട്. ശരിക്കും നമ്മൾ എടുക്കുന്ന അടേൻ്റെ ഇരട്ടി ആയിരിക്കണം മധുരം ചേർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെല്ലം അല്ലെങ്കിൽ ശർക്കര. കാരണം ശരിക്കും അടേൻ്റെ ഇരട്ടിയിൽ ശർക്കര എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് മധുരം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പം ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. ഒന്ന് തിക്കാവുന്ന വരെ ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
നമ്മള് വെള്ളം ഉരുക്കി ഒഴിച്ചത് ഏകദേശം തിക്കായി വന്നിട്ടുണ്ട്. നമ്മളെ അട ഈ ഒരു പൊട്ടി വരുന്നുണ്ടോ? ഈ ഒരു പാവാകുമ്പം നമുക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് 6 തേങ്ങേന്റെ ഒന്നാം പാലെടുത്തതിന്റെ ബാക്കിയാണ് രണ്ടാം പാല്. രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇതും അതുപോലെ ഒന്ന് തിക്കാക്കി എടുക്കണം നമുക്ക്. നമ്മളെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം കുറുങ്ങി വന്നിട്ടുണ്ട്. കുറുകി വന്നതിൽ ഇനിയിപ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. കറക്റ്റ് 2 മിനിറ്റ് മാത്രം ഒന്ന് ലോ ഫ്ലെയിമിൽ ചൂടായാൽ മതി. കാരണം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് മാറിപ്പോവും. ജസ്റ്റ് 2 മിനിറ്റ്. ഇപ്പം ഒന്നാം പാൽ ഒഴിച്ചിട്ട് 2 മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് 2 മിനിറ്റ് ഫുള്ള് വേണമെന്നില്ല. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് നമ്മുടെ ഏലക്കായ് പൊടിച്ചാണ്. ഏലക്കായിൽ ഭയങ്കര തിക്കായി പോലപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മുന്തിരി, അതുപോലെ അണ്ടിപ്പരിപ്പ്. അപ്പം നമ്മളെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇപ്പോൾ സ്റ്റൗവിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾ വെക്കണമെന്നില്ല, കുറച്ച് താഴത്തേക്ക് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചൂട് ഒന്ന് കുറഞ്ഞു കിട്ടും. കാരണം ചൂടത്ത് തന്നെ വെച്ച് കഴിയുമ്പം ചിലപ്പം ഇത് പെട്ടെന്ന് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലേറ്റായിട്ടൊക്കെ കുടിക്കുന്നെങ്കിൽ ആ കുടിക്കുന്ന സമയത്ത് കുറച്ച് പശുവും പാല് ചൂടാക്കി ഒഴിച്ചിട്ട് കുടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. ഓണത്തിന് എല്ലാവരും നല്ലൊരു അടപ്രഥമനൊക്കെ ആക്കി കുടിച്ച് ഉഷാറായിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു.